നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കടമാൻകോട് ആദിവാസി ഊര് സന്ദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പുനലൂർ ഡിവൈഎസ്പി ബിജു വി നായർ അധ്യക്ഷത വഹിച്ചു. കുളത്തൂപ്പുഴ SHO അനീഷ് ബി സ്വാഗതം പറയുകയും ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനവും ചെയ്തു. വാർഡ് മെമ്പർ സന്തോഷ് കുമാർ, ഊര് മൂപ്പന്മാരായ അപ്പുക്കുട്ടൻ കാണി, രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനപരമായാണ് ഇത്രയും നമുക്കൊരു നിറഞ്ഞ സദസ്സ് ഇവിടെ കിട്ടാൻ കാരണമായത്. ആദ്യമേ തന്നെ അവർക്കുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത മാസം ഓണം ആഘോഷങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേ സന്തോഷവും ഇതേ ആഹ്ലാദവും ഓണവും ആഘോഷങ്ങളും എല്ലാം ആ രീതിയിൽ കടന്നു പോകട്ടെ എന്ന് അഡ്വാൻസായിട്ട് നിങ്ങൾക്കൊരു ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നിങ്ങളോട് സംബന്ധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സന്ദർശനമൊക്കെ മാസത്തിലൊരിക്കൽ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യം തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് വേണ്ട കുറേ അഡ്വൈസ് തരിക, അതിനോടനുബന്ധിച്ച് ഇതുപോലെ ക്ലാസ് പഠിക്കുക. ഇതൊക്കെ ഒരു ബോധവൽക്കരണത്തിൻ്റെ മാത്രം ഭാഗമല്ല. പോലീസിൻ്റെ ജനകീയ മുഖം ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. എന്താണ് ജനങ്ങൾ പോലീസിന് പ്രതീക്ഷിക്കുന്നത്, എന്താണ് പോലീസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്, എങ്ങനെയുള്ള സഹകരണ മനോഭാവമാണ് വേണ്ടത്, ഇത് വളർത്തിയെടുക്കുക, ഇതാണ് ഉദ്ദേശം. നമ്മളുടെ പരാതികളും അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കേൾക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഏവരും എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലോ ഒക്കെ തന്നെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഈ ചടങ്ങ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും അതിന്റെ പരിരക്ഷകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ സാർ ക്ലാസ് എടുത്തു. അപ്പോൾ എല്ലാവരും ക്ലാസ് സശ്രദ്ധം വീക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്കുള്ള രീതിയിൽ പറയുവാനുള്ളത്. 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഈ ആഘോഷം നടക്കുന്നത്. നമ്മുടെ കടമാൻകോട് കുടിവീട് കോളനിയിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ 3 ദിവസത്തെ പരിപാടികൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ പരിസര ശുചീകരണമാണെന്ന്. ഈ വേളയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആഘോഷ പരിപാടി നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനൊരു ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ നമ്മളെ കാണുവാൻ ബഹുമാനായ സാബ് സാർ ഇവിടെ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കേണ്ട സന്തോഷമുള്ള ഒരു കാര്യം. തുടർന്ന് കടമാൻകോട് ഊര് മൂപ്പന്മാരായ അപ്പുക്കുട്ടൻ കാണി, രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുളത്തൂപ്പുഴ SI ഷാജഹാൻ നന്ദി രേഖപ്പെടുത്തുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട നിയമപരിരക്ഷയെക്കുറിച്ച് അഡ്വക്കേറ്റ് U ബിജു ക്ലാസ് നയിക്കുകയും ചെയ്തു. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മനുഷ്യ സ്നേഹി സഹപ്രവർത്തകരോട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള എല്ലാ ജനങ്ങളോടും മനുഷ്യത്വപരമായി പെരുമാറുന്ന നമ്മുടെ ഒരു ജില്ലാ പോലീസ് മേധാവിയുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നെടുവല്ലൂർ കടവില് ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിക്ക് പഠിക്കാൻ നിർവാഹമില്ല. അവന്റെ അച്ഛന്റെ അമ്മയെ കിടപ്പ് രോഗിയാണ് നോക്കുന്നത് കാരണം അവന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അന്നേരം ആ വിവരം അദ്ദേഹം പറഞ്ഞ് അന്നേരം ഒരു ഫണ്ടിന്റെ ആനുകൂല്യമില്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഒരു ഫോൺ മേടിച്ച് കൊടുത്ത് അദ്ദേഹം അവന്റെ പഠിത്തത്തിൽ സഹായിക്കാൻ വേണ്ടി. അന്നേരം അത്രയ്ക്ക് നിങ്ങളുടെ ഊരിലുള്ള ഏത് കുട്ടികളെ എല്ലാ മാനുഷികാവസ്ഥയും അവർ നിങ്ങളുടെ സങ്കടങ്ങളും നേരിട്ട് കണ്ടു ബോധിപ്പിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുന്ന ആ സാറിന്റെ ആ സദസ്സിൽ ഞാനിവിടെ പങ്കെടുക്കണം. എത്ര ഇന്നലെ നൈറ്റ് ഒരു കൺസൾട്ടേറ്റീവ് അത് പറയാൻ അങ്ങനെ ഉണ്ടായിപ്പോലും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. പട്ടികജാതിക്കാരനായിട്ടുള്ള പട്ടികവർഗത്തിലോ പെട്ട ഒരാളെ മേൽജാതിക്കാരനായിട്ടുള്ള ഒരാൾ എന്താണ് വൃത്തിഹീനമായ പാനീയങ്ങളോ പദാർത്ഥങ്ങളോ കഴിക്കുവാൻ നിർബന്ധിക്കുക അല്ലേ? അതായത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് പണ്ട് കാലഘട്ടങ്ങളിൽ ഒക്കെ തന്നെ നമുക്കെന്താണ് നമ്മൾ കേട്ടില്ലേ, കോരന് കഞ്ഞി, ഓണം വന്നാലും ഉള്ളി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ കേട്ടില്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് കുഴി കുത്തിയിട്ട് ആഹാരം തിരക്കും. ഇന്ന് നമ്മൾ ആയിരിക്കോ? ഇല്ല. അപ്പൊ പട്ടികജാതിക്കാർ നമ്മളെന്താണ്, നമ്മുടെ 19-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് സാഹചര്യം ഒരു ഉത്തരാർത്ഥം വരെ നമ്മുടെ ഇവിടെ
പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെന്താണ് നമ്മൾ നടന്നു പോയാൽ, അതായത് ആ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉപ്പിന് നമ്മൾ ഉപ്പ് എന്ന് പറയാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ഉപ്പിന് പകരം നമ്മൾ കുളിച്ചത് എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ഈ ജനാധിപത്യ ഗവൺമെന്റും ഈ നിയമങ്ങളും ഒക്കെയാണ്. അപ്പൊ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.